ഇന്ന് നമ്മൾ തനി നാടൻ രീതിയിൽ മത്തി വറക്കുന്നതാണ് തയ്യാറാക്കാൻ പോകുന്നത്. മത്തി അല്ലെങ്കിൽ ചാളയെന്നും ഇതിന് പറയും. മത്തിയിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും അതേപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. കറി വെച്ചിട്ടോ പീര വറ്റിച്ചിട്ടോ ഏത് രീതിയിൽ വേണേലും മത്തി നമുക്ക് കഴിക്കാവുന്നതാണ്. കൂടുതൽ ആൾക്കാർക്കും മത്തി വറുത്ത് കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവ പൊടിച്ചത്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 4-5 കറിവേപ്പില, 3 വലിയ ചുവന്നുള്ളി, ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ണം, 5 വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിനുശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 6 വലിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി അതിന് മസാല പിടിക്കുന്നതിനായിട്ട് ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ മസാല എല്ലാം മത്തിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് അരമണിക്കൂർ നമുക്കിത് അടച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോ മത്തിയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിയുമ്പോൾ പുറമെല്ലാം വേഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേഗം വെന്ത് കിട്ടത്തില്ല. ഇനി ഇത് നല്ല ബ്രൗൺ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. www.pajagalon.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റിട്ടേൺ റെസിപ്പീസ് എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊരു പേപ്പർ ടവലിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മത്തി വറുത്തത് റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.